ചെറിയാൻ ശരിക്കും അറിയപ്പെടുന്നത് കപ്പച്ചെറിയാൻ എന്നാണ്. അതുകൊണ്ടാണ് ഈ കപ്പ എന്ന് പറയുന്നത്. ഇത് മനപ്പൂർവ്വം എന്നെ അവമാനിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഒരു കപ്പ കൊണ്ട് ഇറക്കിയത്. എനിക്കറിയാം, എന്നെ ചെറിയ പരിഗണിച്ചോളാം. അപ്പൊ എന്റെ വൈഫ് ഉണ്ട്. ആരാണ് ഭാര്യ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തയാള് ജേക്കബ്, അവൻ ഡെലോയിറ്റിലാണ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ശേഷം ഡെലോയിറ്റിൽ വർക്ക് ചെയ്യുന്നത് ബോംബെയില്. മോള് സ്റ്റെല്ല മെരീസില് MA ലിറ്ററേച്ചർ ഇംഗ്ലീഷ് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതാണ് എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. പിന്നെ നമ്മുടെ ബാലന്റെ വൈഫാണ്. അതുപോലെ തന്നെ ബാലന്റെ മക്കള്, മകന് രാജശ്രീക്കാണ് യാതൊരു സംശയമില്ലാതെ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ സ്വന്തം ഏറ്റവും പ്രിയങ്കരായിട്ടുള്ള നമ്മുടെ അധ്യാപകര്. എന്റെ കയ്യിൽ ആ നോട്ടുണ്ട്. കാരണം ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു കാര്യം പഠിപ്പിച്ചു തരാൻ കഴിയുന്ന അധ്യാപകരുടെ എണ്ണം വളരെ വളരെ. എന്റെ പേര് KV ജോസഫ്. എന്റെ പേര് KV ജോസഫ്. എറണാകുളം സ്വദേശം. എറണാകുളത്തെ പനമ്പള്ളിന്നാണ് താമസം. ഞാൻ എന്തെങ്കിലും ചെയ്ത് പഠിച്ചു. പക്ഷെ ഇവിടെ എല്ലാ നമ്മുടെ ഈ പരിപാടിക്കും 77-80 പഠിച്ച എല്ലാ സുഹൃത്തുക്കളെയും കണ്ടെത്താൻ മെക്കാനിക്കലായി സഹായിച്ചു. എനിക്ക് വേറൊരാൾ എൻ്റെ സുഹൃത്തിൻ്റെ ഒരു കരാറും എനിക്ക് ലിവി ടോംസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു ഫ്ലാറ്റ് കൺസ്ട്രക്ഷൻ ആലുവ എറണാകുളം ബേസിലായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ആർക്കെങ്കിലും ഗൾഫിൽ നിന്നോ അല്ലെങ്കിൽ നാട്ടിലുള്ളവർക്ക് എറണാകുളത്ത് സെറ്റിൽ ചെയ്യണോ, ആലുവ UC കോളേജിന്റെ പരിസരത്ത് ഒരു 116 ഫ്ലാറ്റുള്ള അപ്പാർട്ട്മെന്റ്സ് ഉള്ള ഒരു ഫ്ലാറ്റ് ഞങ്ങൾ പണിയുന്നുണ്ട്. അപ്പൊ അതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ അതിൻ്റെതായ ഒരു ഡിസ്കൗണ്ടോ എന്തെങ്കിലും തരാം. നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് സംസാരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ മൈക്ക് ശ്രീകുമാറിനെ ഏൽപ്പിക്കുന്നു. പിന്നെ പറഞ്ഞില്ല, എൻ്റെ പിതാവ് പോളിടെക്നിക്കിൽ ചേർത്തു. അവിടെ വന്നു ചേർന്നു. അദ്ദേഹം എൻ്റെ കൂടെ വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് വന്നു. 10ാം ക്ലാസ് കഴിഞ്ഞ് നേരിട്ട് വന്നു. അദ്ദേഹം എന്നെ കോളേജിൽ ചേർത്തു. കോളേജിൽ കണ്ടു കഴിഞ്ഞപ്പോൾ പലരും പറഞ്ഞു, ഇവരെ എന്തിനാണ് പ്രീ ഡിഗ്രിയിൽ നിന്ന് നടത്തിയെടുത്ത് ഡിപ്ലോമയ്ക്ക് ചേർക്കുന്നതെന്നൊക്കെ പലരും ചോദിച്ചു. പക്ഷേ കാർമൽ പോളിയിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു, നീ ഇവിടെ തന്നെ പഠിച്ചാൽ മതി. ഇവിടുത്തെ അന്തരീക്ഷം ഇത്ര പരിപാവനമായ ഒരു അന്തരീക്ഷമാണ് എന്നെനിക്ക് തോന്നുന്നു. നീ ഇവിടെ തന്നെ പഠിച്ചാൽ മതി. ഇത് വളരെ നിനക്ക് ഉത്കർഷത്തിന് ഇതിടയാകും എന്ന് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞു. അങ്ങനെ ഞാൻ കാർമലിൽ ചേർന്നു. എൻ്റെ ഗുരുക്കന്മാരിവിടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോഴും ഞാനിപ്പം ഹിൻഡാൽ കോളേജ്, നേരത്തെ ഹിൻഡാലിലായിരുന്നു, അവിടെ ഡെപ്യൂട്ടി ജനറൽ മാനേജറാണ്. മെറ്റീരിയൽസ് ആൻഡ് പ്രോജക്ട്സിന്റെ ഓപ്പറേഷണൽ എക്സലൻസിന്റെ ബിസിനസ് എക്സലൻസ് എന്ന് പറയുന്ന ഒരു മേഖല തന്നെയുണ്ട്. സ്വകാര്യ കമ്പനികളിലൊക്കെ ഇപ്പോൾ ബിസിനസ് എക്സലൻസ് ഡിപ്പാർട്ട്മെന്റ് തന്നെയുണ്ട്. ബിസിനസ് എക്സലൻസ്, മെറ്റീരിയൽസും പ്രോജക്റ്റും ബിസിനസ് എക്സലൻസും 3 വലിയ. നേരത്തെ പറഞ്ഞാൽ ചാക്കോ ഫസ്റ്റ് റാങ്ക്, ഞാൻ സെക്കൻഡ് റാങ്കുമായി പോയി. അതിന്റെ കേട് ഞാൻ ഇവിടെ തീർത്തു. അതുകൂടാതെ MBAക്ക് ചേർന്നു. MBAയിലെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ ഫസ്റ്റ് റാങ്ക് ആയിരുന്നു. ഒരുപാട് തീർത്തു. അത് കഴിഞ്ഞ് 2005 ഞാൻ PhDക്ക് രജിസ്റ്റർ ചെയ്തു. കൊച്ചിൻ യൂണിവേഴ്സിറ്റി തന്നെ അവിടുത്തെ സ്കൂൾ ഓഫ് അപ്ലൈഡ് എക്കണോമിക്സിലെ ഇലക്ട്രിസിറ്റി റിലേറ്റഡ് ഇഷ്യൂ ആണ്. ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആണെങ്കിലും ഞാൻ ഗവേഷണം നടത്തിയിരിക്കുന്നത് വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട മേഖലയാണ്. വൈദ്യുതി, ഇലക്ട്രിസിറ്റി എന്റെ മേഖല മെക്കാനിക്കൽ ആണെങ്കിലും ഞാൻ റിസർച്ച് ചെയ്തത് ഇലക്ട്രിസിറ്റിയായിട്ട് ബന്ധപ്പെട്ട മേഖലയിലാണ്. അപ്ലൈഡ് എക്കണോമിക്സില് PhD എടുത്തു. 2012 2005 രജിസ്റ്റർ ചെയ്തു. 2012 ഭാര്യ ചെന്നിത്തല സ്വദേശിയാണ്. നമ്മുടെ ശശി സാറിന്റെ വീടിനടുത്തുള്ളതാണ്.
എനിക്ക് രണ്ട് കുട്ടികളാണ്. മൂത്ത മകൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ട് ലോസ് ഏഞ്ചൽസിലെ UC അല്ലേ, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ഏഞ്ചൽസിൽ നിന്ന് സ്ട്രക്ചറൽ ആൻഡ് എർത്ത് എഞ്ചിനീയറിംഗിൽ MS എടുത്തു. അവിടെ തന്നെ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ കുട്ടി വിവാഹിതയാണ്. അവള് ബിടെക് ഇലക്ട്രിക്കലാണ്. ഞങ്ങൾ അപ്പൂപ്പനും അമ്മൂമ്മയാണ്. എനിക്ക് ഒരു വയസ്സുള്ള ഒരു ചെറുമകളുണ്ട്, കുട്ടിയുണ്ട്. മരുമകൻ നിസാൻ മോട്ടോഴ്സിന്റെ സൗത്ത് ഇന്ത്യയുടെ ഡീലർഷിപ്പിന്റെ ഹെഡാണ്, ചെന്നൈയിലാണ്. അതാണ് ജീവിതം. രാജപ്പനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. രാജപ്പൻ BSNL വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു അസ്വസ്ഥത വന്നിട്ട്, ഒരു മിനിറ്റ് പ്ലീസ് കേൾക്കൂ. അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റിലായിരുന്നു. ബ്രെയിൻ ട്യൂമർ വന്നില്ല. എന്നാലും എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിന്റെ ആ ഒരു പേര് നിലനിൽക്കുകയും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്ന നിലയിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതിനോട് പരസ്യമായിട്ട് അദ്ദേഹം സ്വീകരിക്കുമെന്ന് അറിയില്ല. എങ്കിലും രഹസ്യമായിട്ടെങ്കിലും നമുക്കത് കൊടുക്കാൻ പറ്റും. നമുക്കൊന്ന് പ്രതിജീവിക്കുന്ന ആഗ്രഹമുണ്ട്. അത് എന്റെ എല്ലാ ചെറിയന്റെയും കൂടെ ആഗ്രഹമാണ്. ഓരോ സമയത്തും ഓരോ പേരിലാണ് അറിയപ്പെടുന്നു. കറണ്ടിൽ പഠിച്ചപ്പോൾ കോശി നടന്നു, അതിന് മുമ്പായിട്ട് ഷാരി നടന്നു, പിന്നെ ബോംബെയിലാണ് മാത്യു നടന്നു. കോഴിയിലായിരുന്നവൻ മാത്യു നടന്നു, ഇപ്പൊ മാത്യു എന്നറിയപ്പെടുന്നു. ബോംബെയിലെ ടാറ്റ ഇലക്ട്രിക് കമ്പനീസിൽ 84 വരെ ജോലി ചെയ്തു. 84 ഞാൻ കോഴിക്ക് പോയി കച്ചവടം തുടങ്ങി. ആക്രി കച്ചവടം സ്റ്റാർട്ട് ചെയ്തു. ആക്രി കച്ചവടം എന്ന് പറയാൻ മനസ്സിലാക്കണമല്ലോ സാറിന്. സ്ക്രാപ്പ് കച്ചവടം തുടങ്ങി. പിന്നെ 2010 ആന്ധ്രയിൽ വന്നൊരു സ്റ്റീൽ മില്ല് എസ്റ്റാബ്ലിഷ് ചെയ്തു. രണ്ടായിരത്തി 2010 ഒരു സ്റ്റീൽ മില്ല് വന്ന് ആന്ധ്രയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് ചെന്നൈയിൽ ഓഫീസ് തുടങ്ങി. ഇപ്പോഴും ഞാൻ പഴയ കോശി എന്നറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. റിസൾട്ട് വരുന്നതിന് മുമ്പ് നമ്മള് ബോംബെ പോയി, ടാറ്റയിൽ ഒരു ഇന്റർവ്യൂവിന് പോയി. അവരുടെ ജോലി എനിക്ക് വന്നു. ആ സമയത്ത് ഇവനെ കൊണ്ടുവന്നു. ബോസിനെ കൊണ്ട്, തോമസിനെ കൊണ്ട്, അങ്ങനെ പലരെയും കൊണ്ടുപോയി. വളരെ വിശദമായിട്ട് കൃത്യമായിട്ട് വേണം ഞാൻ പറഞ്ഞുതരാം. ഞാന് പിന്നെ ഒരു സെക്കൻഡ്, ഞാന് പിന്നെ എന്നെ ഗൾഫിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഒപ്പറേ ടവറിൽ കൊണ്ട് എന്നെ താമസിപ്പിച്ച് എന്റെ പൈസ കളയുമെന്ന് ഉറപ്പാണ്. അത് ഇല്ല, പൈസ എല്ലാം കൊടുത്ത് അവസാനം സല്യൂട്ട് ചെയ്ത് സ്വീകരിച്ച ആൾക്കാർ എന്നെ ചവിട്ടി പുറത്താക്കി ഒപ്പറേ ടവറിൽ നിന്ന്, ബോംബെ ഒപ്പറേ ടവറിൽ നിന്ന്. കാര്യം എന്റെ ഏജന്റ് മുങ്ങിക്കളഞ്ഞ്. ഞാൻ ആ ഒപ്പറേ ടവറിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ അന്തം പെട്ട് നിൽക്കുമ്പോൾ ഇത് ഉത്തരണ എന്നൊരു ബസ് എന്ന് പറഞ്ഞൊരു ബസ്സിൽ നിന്ന് ബഹളം കേൾക്കാം. ബസ്സിൽ നിന്നൊരു ബഹളം കേൾക്കാം. ഇത് ഉത്തരണ ബസ് ഇവിടെ നിർത്താനാ പറഞ്ഞത്. കോശിയായിരുന്നു. കോശി വിളിച്ചുകൊണ്ട് പോയി എന്നെ അവിടെ വീട്ടിൽ കൊണ്ടുപോയി താമസിച്ച് ആ നന്മ നിറഞ്ഞ ഓർമ്മകൾ മറന്നുപോയി കാണാൻ. എന്തായാലും നമ്മുടെ നന്മകൾ ഓർമ്മ എന്റെ പൈസ എല്ലാം പോയി. ആ ടവറിൽ 5 സ്റ്റാർ ഹോട്ടലിൽ അന്നുകൊണ്ട് താമസിച്ചവര് എന്നെ ചവിട്ടി പുറത്താക്കി സുൽപ്പുറ വലിച്ചിറങ്ങി. ഞാൻ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴാണ് ഒരു ബസ്സിൽ നിന്ന് കുറിപ്പേ എന്നൊരു കളി കേൾക്കാം. എന്നാൽ ഇവന്റെ കളി ഇതൊത്തരണ അവൻ ചാടി ഇറങ്ങി എന്നെ പിടിച്ചോണ്ട് പോയി അവന്റെ ലോഡ്ജിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് ചെലവും നടന്ന് കുറെ നാളെന്നെ ഒരു 2-3 മാസം അവന്റെ ഇവിടെ താമസിക്കാനുള്ള അവസരം. 1981 കാര്യമാണ് ഞാൻ പറയുന്നത്. കോശി മറന്നുപോയില്ല. You can proceed, Mr. Koshi Matthew. I said, if all are together, we are together. Otherwise, no way. I never told anybody, and I today, sometime I feel that
I made a mistake. But ഫ്ലവേഴ്സ് achievement എന്ന് പറയുന്നത് നമ്മുടെ capacity അല്ല. I have my own experience. I am a nobody. നമ്മളുടെ ഈ ഒരു സംഗമത്തിന് എത്തിച്ചേരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. പക്ഷേ അവനെ UAE ചാപ്റ്ററിന്റെ മീറ്റിങ്ങിനൊക്കെ എല്ലാ മീറ്റിങ്ങിലും, അതായത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അന്നേരം എല്ലാം അവർ ഭയങ്കര തിരക്കാണ്. പക്ഷേ ഒരു ബീനായും മത്സരയും അവരുടെ അണ്ണന്റെയും ബീനായും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അവൻ ചാടിക്കയറി പോയിരുന്നത്. ഇനിയിപ്പോൾ ഏതായാലും അടുത്ത മീറ്റിങ്ങിന് ഞാനും ഏതായാലും ബീനായും മത്സരയും ഒക്കെ ദുബൈക്ക് തന്നെ വിളിക്കാൻ പോവുകയാണ്. ഇവരെ ഒന്ന് കൊണ്ടുവന്നിട്ടുള്ള കാര്യം. ഞാൻ PRC യിൽ 81 ജോയിൻ ചെയ്തു. ഹലോ ഞങ്ങൾ രണ്ടുപേരും PRC ജോയിൻ ചെയ്തു. അത് കഴിഞ്ഞു I could do my degree further, and in our system of promotions we got the periodic reviews and we get promoted. And today I am in a very senior level position. I could go to the highest level, I can say, and that is only because of Carmel. The quality what I mean, the education I got from the Carmel to take me to that level, and I'm happy to be with all of you. And I got my 2 children. My wife is here. Children has not come. Molly, and she is an SBI employee. SBI, State Bank of India. And she is working in our campus branch. And then I have got 2 kids. My eldest daughter is studying for MBA, and my youngest second son is studying for his final engineering computer. Both are computer engineers, and my daughter has gone for MBA after computer. This is my picture. Okay, thank you. അവള് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ സയൻസ് ചെയ്തു, മെറ്റലർജി സ്പെഷ്യലൈസ് ചെയ്തു. UK ഷെഫീൽഡിൽ നിന്ന് ചെയ്തിട്ട് അവള് ലണ്ടൻ ഇംപീരിയലില് മാനേജ്മെന്റും സയൻസും ഇപ്പം കംപ്ലീറ്റ് ആയി. ഇപ്പം ഞാൻ കല്യാണം കഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. രണ്ടാമത്തെ മകന് അവന് UK എഞ്ചിനീയറിംഗ് ചെയ്യുന്നു, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്കൻഡ് ഇയർ. എനിക്ക് കോശി എന്നെ കുവൈറ്റിൽ കൊണ്ടുപോയി 9 ദിവസം കോശിയുടെ കൂടെ ജീവിച്ചതാണ്. കോശിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് കോശി എത്രമാത്രം രോഗാവസ്ഥയിലുള്ള ഒരാളാണെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ കോശിയുടെ എസ്റ്റാബ്ലിഷ്മെന്റുകളിൽ 3 എന്നെ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ വലിയ എന്തൊക്കെക്കാരും എഞ്ചിനീയർമാരും എല്ലാവരും പ്രൊജക്ട് എഞ്ചിനീയറായിട്ട് നിന്നിരുന്നു. അത് കമ്മീഷൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഷാലോം ബിൽഡേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാലോം ബിൽഡേഴ്സ് ഇപ്പം എറണാകുളത്തും ആലപ്പുഴയിലുമായിട്ട് കുറച്ച് ലാൻഡുകളൊക്കെ എടുത്ത് ബിൽഡറായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നു. സിൻസിയറും ആത്മാർത്ഥമായിട്ടും ഹോണസ്റ്റുമായിട്ട് ചെയ്യുന്നതിന് വെടിവെച്ചാലേക്കില്ല എന്നുള്ള ഒരു തീരുമാനമായിരുന്നു എൻ്റെത്. അങ്ങനെ എനിക്ക് വലിയ കമ്പനികളിൽ MNC കമ്പനികളിൽ ഓഫർ കിട്ടി. അങ്ങനെ ഒരു 25 വർഷം അവിടെ സന്തോഷമായിട്ട് കഴിഞ്ഞു. പിന്നെ തിരിച്ചു പോന്നു. ഇവിടെ ഇപ്പോൾ വളരെ സന്തോഷമായിട്ട് കഴിയുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായാലും ഒരുപാട് വിവരണങ്ങളൊക്കെ കേട്ടതാണ്. സമയവും വളരെ കുറവാണ്, അതുകൊണ്ട് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. എൻ്റെ പേര് അലക്സ്. ഇവിടെ കൂടുതൽ ആൾക്കാരും മെക്കാനിക്കൽ സിവിൽ ഡിപ്പാർട്ട്മെന്റിലാണ്. ഇലക്ട്രിക്കൽ എനിക്ക് 2 പേരേ ഉള്ളൂ. ഞാൻ ജോസഫ് 77-80 ഇലക്ട്രിക്കൽ പാസ്സായതാണ്. എൻ്റെ ഒരു ഭാഗ്യം എന്ന് വെച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികളുടെ അച്ഛനാണ് ഞാൻ കൂടുതൽ. 2 കുട്ടികളാണ് ആ ടീംസ് അവിടെ നിൽക്കുന്നത്. വളരെ വൈകിയാണ് എനിക്ക് കുട്ടികൾ കിട്ടിയത്. പിന്നെ എൻ്റെ വൈഫ് കൂടെ ഉണ്ട്, ഫാമിലിയാണ്. കൈനകരിക്കാരനായിരുന്നു, ഇപ്പൊ ചങ്ങനാശ്ശേരി സെറ്റിലായിരിക്കുന്നു. അതുകൂടെ ഉണ്ട്. ഇപ്പൊ ഫാമിലി എല്ലാം നാട്ടിൽ കൊണ്ട് സെറ്റിലാക്കി. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് തിരിച്ചു പോകണം ഓണം കഴിഞ്ഞിട്ട് വീണ്ടും എന്റെ സ്വന്തം പരിപാടിയായിട്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ഇലക്ട്രിക്കൽ ആരെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്നെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പോട് കുറച്ചുകൂടെ സ്റ്റോറിലാക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണം ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 78-81 ബാച്ചാണ്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.
എൻ്റെ പേര് ജോസഫ് എന്ന മുഴുവൻ പേര് ജോസഫ് മാത്യു മാമങ്കൽ. ഇവിടെ പലരും പറഞ്ഞ മാതിരി എനിക്കൊരു ഭാര്യയുണ്ട്. പേര് ശൈലജ ജോസഫ്. എല്ലാവരും പറഞ്ഞ മാതിരി എനിക്കൊരു ഭാര്യയുണ്ട്. പേര് ശൈലജ ജോസഫ്. തകരാശ്ശേരിയിലാണ് വീട്. എൻ്റെ മോൻ ജിതിൻ ജോസഫ് MBA ഫിനാൻസ് കഴിഞ്ഞിട്ട് ഡിലോയ്റ്റ് കൺസൾട്ടൻസിയിൽ ബാംഗ്ലൂരിൽ ജോലി ചെയ്തു. പിന്നെ ഞാൻ ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഫൈനൽ എഞ്ചിനീയറിംഗിലായിരുന്നു 4 വർഷം ജോലി ചെയ്തു. അതിനുശേഷം LNTയിൽ 31 വർഷമായിട്ട് ജോലി ചെയ്തു. ഇപ്പോൾ നാഗർകോവിൽ ട്രിവാൻഡ്രം കന്യാകുമാരി റോഡ് പണിക്ക് വർക്ക് ചെയ്യുന്നു. ഐശ്വര്യപൂർണമായ ഒരു ഓണം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മത്തായി സാർ എപ്പോഴും മത്തായി സാർ തന്നെയാണെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കാലികം ക്ഷണഭംഗുരം ജീവിതം മരുഭൂജലം കാലികം ക്ഷണഭംഗുരം ജീവിതം മരുഭൂജലം കേറുന്നു ദിനനിശകളിൽ ആശാശതം പാറുന്നു മായാമയൂരികൾ കേറുന്നു
നിശകളിലാശാശ്വതം മാറുന്നു മായാമയൂരികൾ. നീർക്കടമ്പിൻ പൂക്കളാൽ അഭിരാമമാം വസന്തമേ, ഓർമ്മകൾ നിഴലാട്ടങ്ങൾ, ഓർമ്മകൾ നിഴലാട്ടങ്ങൾ ഭൂമിയിൽ പരതുന്നുവോ വീശിവ സ്വരരാഗമയൂരമേ. കൂട്ടിൽ നിന്നും നേട്ടി വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ, ആകാശം താഴുന്നു നീഹാരം തൂകുന്നു, കതിരൊളികൾ പടരുന്നു, ഇരുളലകൾ അകലുന്നു, പുലർന്നു പുലർന്നു തെളിഞ്ഞു തെളിഞ്ഞു ചുവന്നു തുടുത്ത മാനം നോക്കി, കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന പൈങ്കിളിയല്ലേ, തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ. തരാൻ എന്റെ സഹധർമ്മിണിയെ ക്ഷണിക്കുന്നു. എന്താ പറയാ, പറഞ്ഞാണത് ഏതായാലും മോഹന്റെ കൊടുക്കുന്നു. ഞങ്ങൾ ഓടി വന്നത് കാര്യം നിങ്ങൾ എല്ലാവരും സന്തോഷമായിരിക്കണം. അത് പിള്ളേരുടെ കാര്യം
ഇവിടെ എല്ലാരും ഉണ്ടായിരുന്നവരെ എല്ലാരെയും കൊണ്ടുപോയി അടിയിലൊക്കെ കൊണ്ടുപോയി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മളോട് ഇത്രയും നേരം നമ്മളോട് സഹകരിച്ച നമ്മളുടെ പൂർവിക നമ്മുടെ മുൻ അധ്യാപകനായിട്ടുള്ള വെങ്കടാചലൻ സാറിന് ഞാൻ ഈ സദസ്സിൽ വന്ന് നമ്മളോട് സംബന്ധിച്ചതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഉള്ള എൻ്റെ നന്ദിയും നമ്മുടെ ഈ ഗ്രൂപ്പിന്റെ നന്ദിയും ഞാൻ പ്രത്യേകം അറിയിക്കുന്നു. കൂടാതെ ഈ ചടങ്ങിന്റെ ഔപചാരികത എന്നുള്ള ഒരു ഇത് വേണ്ടിയിട്ട് മത്തായി സാറ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഇന്ന് രാവിലെ ആലപ്പുഴ കാർമൽ പോളിടെക്നിക്കിലെത്തി 92 ബാച്ചിന്റെ ഒരു മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്തിട്ട് ഓടിപ്പിടിച്ച് ഇവിടെ എത്തി നമ്മളിവിടെ ഇത്രയും നേരം ഒന്നും പ്രതീക്ഷിക്കാതെങ്കിൽ പോലും വന്ന് സംബന്ധിച്ച് മത്തായി സാറിനോടുള്ള പ്രത്യേക നന്ദി എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലുള്ള അറിയിച്ചുകൊണ്ട് കൂടാതെ നമ്മുടെ ഈ മീറ്റിംഗ് ഇത്രയും ഭംഗിയായിട്ട് നടത്തുകയും ഇത് ഭംഗിയാക്കുകയും ചെയ്ത നമ്മുടെ ഇതിന്റെ ഓർഗനൈസേഴ്സ് ആയിട്ടുള്ള കേന്ദ്രകുമാർ, CA ജോസഫ്, ശ്രീകുമാർ, ശശികുമാർ, അങ്ങനെ ഒരു പറ്റം ഈ മേളം ഇത്രയും ഭംഗിയായിട്ട് നടത്തിയിരിക്കുന്ന ശശികുമാറിന്റെ കെയർ ഓഫിലുള്ള ഈ മേളം അവതരിപ്പിച്ചവര്, ഈ കലാകാരന്മാരോടും ഈ വീഡിയോഗ്രാഫിയുടെ